1846 ലാസ്ലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇടയ പൈതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മ ഫുൾ ടൈം കരച്ചിലാണ്. പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം കരയുക. ഇവിടെ മാത്രമാണ് മാതാവ് നെഞ്ചത്ത് കുരിശും വെച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുക. ഇവിടെ മാത്രമാണ് മാതാവ് തോളത്ത് ചങ്ങലയിട്ട് കടന്നു വരിക. മാതാവ് ഫുൾ കരയുക. എന്തിനോർത്ത കരയുക? നമ്മുടെ പാപാവസ്ഥയുടെ ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുക, വിധിയാളനായിട്ട് എൻ്റെ പുത്രൻ വരുന്നുണ്ട്, നീ അനുതപിക്കുക. അനുതപിക്കാനാ, ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു പോകാനാ, നിന്നെ എതിരേൽക്കുവാനായിട്ട് ഒരു ക്രിസ്തു വരുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തണം. അവൻ വരുമ്പോൾ നീ അവൻ്റെ കൂടെ കൂടണം. ഒപ്പം മാതാവ് ആ പൈതങ്ങൾക്ക് പറയുന്നുണ്ട്, അവർക്ക് വിളവിന് സമൃദ്ധി കിട്ടുവാനായിട്ട് പറയുന്നുണ്ട്, 6 ദിവസം അധ്വാനിക്കുന്ന നിങ്ങൾ 7-ാം ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന്. നമ്മയോർത്ത് പരിശുദ്ധ അമ്മ ഒരിക്കലും കരയാൻ ഇടവരുത്. ലാസ്ലേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ കരഞ്ഞെങ്കിൽ ആ കണ്ണുനീര് നിനക്കും കൂടി വേണ്ടിയാണ്. നീ വേണം ആ കണ്ണുനീര് തുടച്ചു മാറ്റുവാനായിട്ട്. ജീവിതത്തെ മാറ്റിമറിക്കുക. കരുണയുടെ കർത്താവ് മാത്രമല്ല, വിധിയാളനായ ഒരു കർത്താവ് കൂടി ഉണ്ട് എന്ന് ലാസ്ലേറ്റ് അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.